മുഖ്യമന്ത്രിക്ക് പുതിയ കാർ. നിലവിലെ 2 കാറുകൾക്ക് പകരം പുതിയത് വാങ്ങാൻ 1,10,00,000 രൂപ അനുവദിച്ചു. ധനവകുപ്പ് ഇത് പ്രമാണിച്ച് ഉത്തരവിറക്കി. സുഖിവാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മോനെ, മുഖ്യമന്ത്രിമാരായി ഇങ്ങനെ ആവണം. നമ്മുടെ ഇരട്ടച്ചങ്ങനെ പോലെ കായ്ക്കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 10 കൊല്ലം തികയാൻ പോണതേ ഉള്ളൂ. ഓൾറെഡി ഖജനാവ് പിച്ചച്ചട്ടിയായി. എന്നിട്ടും അതിൽ കൈയിട്ട് വരാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ത്വര മനോഭാവം ഉണ്ടല്ലോ, ഭയങ്കര ഒന്നും കുറ്റം പറയാൻ പറ്റൂല മനുഷ്യനെ. കഴിഞ്ഞ 9-9.5 കൊല്ലം കൊണ്ട് 5 കാറാണ് നമ്മളായിട്ട് മാറ്റിയത്. ചെറിയ കാറ് വല്ലതും ആണോ? നമ്മൾ ആദ്യം ഒരു വെള്ള കാർ എടുത്ത്, ഇന്നോവ. വെള്ളക്കൊരു ഗുമ്മില്ലാന്ന് പറഞ്ഞപ്പം നമ്മൾ കറുത്ത കാർ എടുത്ത്. അങ്ങനെ കറുത്ത കാർ എടുത്ത് നോക്കിയപ്പം അതും ഒരു ഗുമ്മില്ലാന്ന് നമ്മൾ അതിനെ അപ്ഗ്രേഡ് നമ്മൾ ക്രിസ്റ്റ എടുത്ത് വീണ്ടും പോയിട്ട് ഇന്നോവ. അതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനൊരു പഞ്ച് പോരാൻ തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കറുത്ത കാർണിവൽ എടുത്ത്, ഏത് നമ്മുടെ കിയാ കാർണിവൽ. അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആൾക്കാർ കരിങ്കൊടി കാണിക്കുന്നു പറഞ്ഞിട്ട് ഈ കറുത്ത കാറ് തന്നെ അങ്ങോട്ട് മാറ്റാം. ഇനി അടുത്തത് എടുക്കാൻ പോകണം 1,10,00,000 കാറ്. ഏതാണെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മളങ്ങനെ 1 കോടിയുടെ കാറിലൊന്നും പോകാത്തതുകൊണ്ട് ഏതാണ്. പിന്നെ പൊതുവെ ഒരു മുഖ്യമന്ത്രിമാർ ഇങ്ങനത്തെ കാറിലൊന്നും പോയി കാണാത്തത് കൊണ്ടും നമുക്ക് അത്ര പിടുത്തം പോരാ. ഏതാണെങ്കിലും മുഖ്യമന്ത്രിമാരായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. മുഖ്യമന്ത്രി മാത്രം, നമ്മുടെ ആഭ്യന്തരമന്ത്രിയും കൂടെ അല്ലേ. ഇതിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. നമ്മൾ മോനെ നന്നാക്കാന്, മോളെ നന്നാക്കാന്, മരുമോനെ നന്നാക്കാന്, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് നമ്മൾ കേരളത്തിൽ ആഭ്യന്തരവും നമ്മളെ മുഖ്യമന്ത്രി പദമൊക്കെ നമ്മൾ നോക്കുന്നുണ്ടോ? ആഭ്യന്തരത്തിന്റെ ഒക്കെ അവസ്ഥ ഭയങ്കര രസമാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളങ്ങ് UP-യിലോട്ട് നോക്കൂ, നമ്മളങ്ങ് ബീഹാറിലോട്ട് നോക്കൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. സത്യമാണ്, അവിടുത്തെ വളരെ അബദ്ധമാണ് അവിടുത്തെ നിലകളൊക്കെ. ഇനി കേരളത്തിലോട്ട് വരുമ്പോഴേ നമ്മൾ ഇത്രയും സാക്ഷര പ്രബുദ്ധ കേരളത്തില് ഈ ആഭ്യന്തരം അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിന്റെ സൈഡിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ നമ്മുടെ നാട്ടിലെ ആഭ്യന്തരം നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രൈം കേസുകൾ കുറയ്ക്കാൻ, അല്ലെങ്കിൽ വുമൺ റേപ്പ് കേസുകൾ കുറയ്ക്കാൻ, വുമൺ സേഫ്റ്റി, ഇതൊക്കെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് ബോധം വിവരമുള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട് അല്ലേ. എന്നാലുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കണക്ക് വളരെ അബദ്ധമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കണക്കുകളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ. നമ്മുടെ കേരളത്തിൽ സ്ത്രീ സുരക്ഷ ചോദ്യചിഹ്നമാണോ? അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ചോദിക്കാതെ വയ്യ. തലസ്ഥാന നഗരത്തിൽ അതിക്രമങ്ങൾ തുടർക്കഥയാകുമ്പോൾ പോലീസും പ്രതിക്കൂട്ടിലാകുന്നുണ്ട്. മൂക്കിൻ തുമ്പത്ത് നടന്ന സംഭവങ്ങളിൽ പോലും പ്രതികളെ പിടികൂടാൻ പോലീസ് വിയർക്കുന്നതാണ് കാഴ്ച. നമ്മളൊരു സമൂഹത്തിന്റെ, ഒരു സൊസൈറ്റിന്റെ അടിസ്ഥാന പുരോഗതി നോക്കുന്നത്, ഏറ്റവും ബേസ് ആയിട്ട് നോക്കുന്നത് അവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷ നോക്കിയിട്ടാട്ടോ. സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് ആ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു അടിസ്ഥാന പുരോഗതിയിൽ ആളുകളുടെ മനോഭാവത്തിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റും. നമ്മൾ അങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന പുരോഗതി എത്രത്തോളം ഉണ്ട്, സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം എത്രത്തോളം ഉണ്ട്, ബഹുമാനം എത്രത്തോളം ഉണ്ട്, സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ 10 മണി കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ 10 മണി കഴിഞ്ഞാൽ, 10 വേണ്ട 8 മണി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ കൂടെ ഒരാണ് വേണം. അതല്ലെങ്കിൽ ഫാമിലിയോ അച്ഛനോ അമ്മയോ മോനോ ഭർത്താവോ ഇല്ലെങ്കിൽ വളരെ ദുഷ്കരം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ വളരെ അബദ്ധം, മോശം തന്നെ. അതിൽ കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളോടുള്ള മനോഭാവം, അല്ലെങ്കിൽ സ്ത്രീകളോട് വരുന്ന കേസുകൾ, റേപ്പ് കേസുകൾ, മറ്റു കുറ്റങ്ങൾ, തുറിച്ചു നോട്ടം, തോണ്ടലി, പിടിക്കലി, കമന്റടി, ഇതിലൊന്നും ഒരു കുറവും നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ കൂടിക്കൊണ്ടായിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലീസ് സിസ്റ്റം ആഭ്യന്തര ഇതിലൊക്കെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു നിരക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകും. കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസ് ആയി നമുക്ക് ബലാത്സംഗ കേസുകൾ തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ 2016 ഏകദേശം 1600-ലധികം കേസുകളാണ് ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ 2016 1600 കേസുകൾ 2024 ആയപ്പോഴത്തെ 2636 വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് ഓരോ കൊല്ലത്തിലാണ് കേട്ടോ, അല്ലാണ്ട് 10 കൊല്ലത്തിൽ ആകെ 2000 കേസ് എന്നല്ല പറയുന്നത്. ഓരോ വർഷത്തിലും ഏകദേശം 2636 ബലാത്സംഗ കേസുകൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഒരു ദിവസം, അതായത് 365 ദിവസം ഒരു കൊല്ലത്തിലുള്ളത് അല്ലെ, ഏകദേശം 2600 കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 8-9 കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത് ബലാത്സംഗ കേസുകൾ. റിപ്പോർട്ട് ചെയ്യാത്ത, പുറത്തോട്ട് വരാൻ പേടിച്ച് മടിച്ചിരിക്കുന്ന എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ടാവും? ഇത് ചെറിയൊരു കണക്കല്ല, ഇത് വലിയ കണക്ക് തന്നെയാണ്. ഇനി അതങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നത് മറ്റു രീതിയിൽ കമന്റ് അടി, തോണ്ടി പിടിക്കല്, ചാടല്, തോണ്ടലുള്ള പരിപാടികൾ, ഇങ്ങനത്തെ കേസുകളുടെ ഒരു കണക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2016 ഏകദേശം 4600 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ പെർ ഇയർ കേട്ടോ. അതേ സ്ഥാനത്ത് ഇത് 2023-24 ആയപ്പോഴേക്കും ഏകദേശം 5000 കേസുകളായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. ചെറിയ കണക്കല്ല, ഇതും വലിയൊരു കണക്ക് തന്നെ. ഇനി അതുപോട്ടെ, ഈ 2 ടൈപ്പ് അല്ലാതെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കേസുകൾ ഗാർഹിക പീഡനമാണ് നമ്മുടെ നാട്ടിൽ. പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് കേട്ടോ.
ഈ പറഞ്ഞതൊക്കെ പുരുഷന്മാർക്കും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് കുറവാണ്. പിന്നെ പുരുഷന്മാർക്ക് കുറെയൊക്കെ അങ്ങനെ ഒരു കേസ് വന്ന് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യണം, പ്രതിരോധിക്കണം എന്ന് പറയാം. പക്ഷെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മൾ ഏതൊക്കെ സുരക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ഏതൊക്കെ എന്താ പറയുക, ഇവരെ മെന്റലി ഫിസിക്കലി ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് കുറവാണ്. അത് സ്ത്രീകളും അംഗീകരിച്ചേ പറ്റുള്ളൂ, നമ്മളും അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇനി ഗാർഹിക പീഡനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ദുബായിൽ നിന്നും അവിടുന്നും ഇവിടുന്നും എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകൾക്കെതിരെ ഗാർഹിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അത് നേരെ തിരിഞ്ഞ് നമ്മുടെ നാട്ടിലോട്ട് എത്തുന്ന സമയത്ത് ഏകദേശം 2016 ഒരു കേസിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 3500 കേസ് 3455 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 2016 ഒരു ഇയറിൽ മാത്രം. അത് കഴിഞ്ഞ് 2024 വന്നപ്പോഴേക്കും ഇത് ഏകദേശം 4600 കേസുകളായിട്ട് കൂടിയിട്ടുണ്ട് സ്ത്രീകളുടെ ഗാർഹിക പീഡനം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഹൈക്കാണ് ഈ സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇത് കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഇത് കുറയുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പോലീസ് സിസ്റ്റം, നമ്മുടെ നാട്ടിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഇരട്ടച്ചങ്കനായിട്ട് പോലും ഇരട്ടച്ചങ്കന്റെ ചങ്ക ഇരട്ടിച്ച പോലെ തന്നെ കേസുകളുടെ എണ്ണം ഇരട്ടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. അത് എന്താ പറയുക, സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലാത്ത ക്രൈമുകളാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഇരട്ടച്ചങ്കനെ പോലെ ഈ പറഞ്ഞ കേസുകളും ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറവ് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇവർക്ക് ശ്രദ്ധിക്കാൻ മറ്റു പല കാര്യങ്ങളുണ്ട്. ഇവർക്ക് ഇവരുടെ ആഡംബരത്തിനുള്ള പൈസ കണ്ടെത്താനും, അല്ലെങ്കിൽ ഇവരെ മന്ത്രിമാർക്ക് ടൂർ പോകാനുള്ള പൈസ കണ്ടെത്താനും, അതല്ലെങ്കിൽ ചില കേരളീയം പോലത്തെ നവകേരളം പോലത്തെ കേരളത്തിനെ മൊത്തത്തിൽ മുടിപ്പിക്കുന്ന പരിപാടികൾ ചെയ്യാനും മാത്രമേ ഫോക്കസ് ഉള്ളൂ. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഏതെങ്കിലും കേസുകളും കുറ്റങ്ങളും എടുത്ത് മറ്റ് നേതാക്കൾ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ പിന്നിൽ ഓടുക എന്നല്ലാണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നിങ്ങൾ എടുത്തോ, എത്ര പെട്ടെന്ന് ആ സ്ത്രീക്ക് ഇത്രയും അല്ലെങ്കിൽ ആ ഇരക്ക് ഇത്രയും പരിരക്ഷ കൊടുത്തു. ആ ഇരയെ കുറ്റം പറഞ്ഞ ആളെ വരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇരനെ കുറ്റം പറഞ്ഞ ആളെ വരെ നമ്മൾ അറസ്റ്റ് ചെയ്തു അല്ലെ. ഇതുപോലത്തെ ഇതിനേക്കാൾ വലിയ പീഡനങ്ങളൊക്കെ അനുഭവിച്ച 100,000 കണക്കിലെ ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുമില്ലേ. ഇതിൽ എത്ര പേർക്ക് ഇതേ പരിരക്ഷയും സുരക്ഷയും കിട്ടിയിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കി. ഇല്ല, 0 ആയിരിക്കും. അതേ സ്ഥാനത്താണ് ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ഇതിലൊരു രാഷ്ട്രീയ നേതാവുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയമല്ല, എതിർ രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ നമ്മുടെ എതിർ പാർട്ടി, ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഇതിന്റെ പിന്നാലെ ഇത്ര സ്ട്രോങ് ആയിട്ട് പോകാനുള്ള കാരണം എന്താ? ഇതാണ് കാരണം. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് സുരക്ഷ കിട്ടണം, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വേദനയും അല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ടല്ല, അവിടെ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇത്തരം കണക്കുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് മൊത്തത്തിലുള്ള ഒരു ക്രൈം ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിൽ 2016 ഏകദേശം 15,000 കേസുകൾ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 2024 ആകുമ്പോഴേക്കും അത് ഏകദേശം 18,000 മുതൽ 20,000 കേസ് വരെ പെർ ഇയറിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് സ്ത്രീകളുടെ അവസ്ഥ ഇതാണെങ്കിൽ പുരുഷന്മാരുടെയും നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ അനുഭവങ്ങളും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ട് വരുന്ന ക്രൈം ഹിസ്റ്ററികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെപ്പോഴും ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ അവസ്ഥയും കൂടെ നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമുക്കൊരു സുഖം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാർ ബാക്കി വെച്ചിട്ടുള്ളത്. ഒരു നാടിന്റെ പുരോഗതിക്ക് ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് നമ്മൾ കാണേണ്ട കാര്യം. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ നാട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ലേ? നമ്മളിങ്ങനെ ന്യൂയോർക്കിനേക്കാൾ സുന്ദരമായ റോഡുകൾ എന്നൊക്കെ നമുക്ക് പ്രസംഗത്തിൽ പറയാൻ ഭയങ്കര രസമായിരിക്കും, ഈസി ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെല്ലാം അൽക്കുലത്തായിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേന്ദ്രത്തിൽ മോദി PR ചെയ്യുന്നു, ഏകദേശം വർഷത്തിൽ 10,000 കോടി വെച്ചിട്ടാണ് PR ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മുടെ കേരളത്തിലെ ഇരട്ടച്ചക്കന്റെ PR എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പലവട്ടം അത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. പലവട്ടം ആളുകളെ 6-7 സ്റ്റാഫിനെ കുത്തിയിരുത്തിയിട്ട് കേരള ഖജനാവെന്ന് കാശെടുത്തിട്ടാണ് കേരള സർക്കാർ കൂട്ടത്തിൽ പാർട്ടിയുടെ ഈ പറഞ്ഞ PR വർക്ക് ചെയ്യുന്നത് എന്നുള്ള കണക്കുകൾ പലവട്ടം പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ കുഴിച്ചു മൂടാനും മൂടി വെക്കാനും അതിന്റെ അനന്തരം അതിന്റെ പിന്നാമ്പുറങ്ങളുടെ മറ്റ് ചില ചെറിയ കുലിസിത കേസുകൾ പുറത്തോട്ട് വിട്ട് നമ്മളതൊന്നും മറച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ഇന്ന് തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ EDയുടെ നോട്ടീസ് പിണറായി വിജയന് വന്നു. അല്ലെങ്കിൽ പിണറായി വിജയന്റെ സിഗ്നേച്ചർ അറിവോടുകൂടിയും സമ്മതത്തോടുകൂടി സിഗ്നേച്ചറോടുകൂടിയും കൂടെ ഈ പറഞ്ഞ ബോണ്ട് പല സ്ഥലത്തോട്ട് വിതരണം ചെയ്ത് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു വാർത്ത വന്നു. ED കണ്ടെത്തി. എന്നിട്ട് എന്തുണ്ടായി? നോട്ടീസ് വന്നു. നോട്ടീസിന്റെ പിന്നിൽ എന്താ? സുഖമല്ലേ, ഞങ്ങൾ വെറുതെ ഒരു നോട്ടീസ് അയക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളത് പേടിക്കണ്ട, നമുക്കൊന്ന് തെരഞ്ഞെടുപ്പ് കുഴപ്പിക്കാൻ വേണ്ടി ഇട്ടതാണ്, പിന്നെ കൂട്ടത്തിൽ മറ്റു ചില കാര്യങ്ങൾ മറക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നോട്ടെ എന്നും പറഞ്ഞിട്ടാ. എന്നിട്ടോ ആ സമയം കൊണ്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിലും ഈ പറഞ്ഞ സംഭവത്തിന്റെ പിന്നിലൊക്കെ കുഴപ്പേക്കും അപ്പുറത്തെ വേറെ നമ്മൾ സ്വർണം കട്ടന്മാര് സ്കൂട്ടാവാനുള്ള എല്ലാ പരിപാടിയും അവിടെ ചെയ്തു വെക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഡിസ്കസ് ചെയ്യേണ്ടി ചർച്ച ചെയ്യേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യാണ്ട് നമ്മൾ ഇമ്മാതിരി പരിപാടിന്റെ പിന്നാലെ പോകും. പിണറായിക്ക് മാത്രമല്ല, പിണറായിന്റെ മോക്കും പിണറായിന്റെ മോനും
ED നോട്ടീസുകൾ വന്നിട്ടുണ്ട് ഹാജരാവാൻ, ഇതുവരെ ഹാജരായോ? എന്നിട്ട് അവരെ ഒന്ന് അറസ്റ്റ് ചെയ്തോ? പിണറായിനെ അറസ്റ്റ് ചെയ്തോ? പിണറായിന്റെ മോനെ അറസ്റ്റ് ചെയ്തോ? മോളെ അറസ്റ്റ് ചെയ്തോ? എല്ലാവരുടെ പേരിലും ED NIA കേസുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. നോട്ടീസുകൾ പലവട്ടം വന്നു. വേറെ ആരെങ്കിലാണ് എപ്പം പൊക്കിപ്പോയനെ? അത് പൊക്കൂല. അതാണ് നമ്മുടെ എന്താ പറയുക, കേന്ദ്രവും നമ്മുടെ കേരളവും ഭരിക്കുന്ന സർക്കാരുകൾ തമ്മിലുള്ള ഒരു അന്തർധാര, ഒരു അമീദ്യമായിട്ടുള്ള ബന്ധം ഇതിന്റെ ഇടയിലുണ്ട് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പാർട്ടി ഒന്നും ആവണ്ട, നിങ്ങൾ കമ്മിയും കൊങ്ങിയും മൂരിയും സംഖ്യയൊന്നും ആവണ്ട. നിങ്ങൾ അല്ലാണ്ട് ചിന്തിച്ച് നോക്ക്. സാധാരണ ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ നേതാവാണ് ഈ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ, ED കേസുകളും NIA കേസുകളും വന്നിരുന്നെങ്കിൽ ഇതിനടക്കം അറസ്റ്റെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ കേസിന്റെ അവസ്ഥ ഇങ്ങനെയല്ല കിടക്കുക. നിങ്ങൾ അതേ സ്ഥാനം ചിന്തിച്ചു നോക്ക്. ഇത് സെയിം ടു സെയിം ഈ പറഞ്ഞ പിണറായി വിജയന്റെയും ഫാമിലിയുടെയും കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചു. എവിടെയെങ്കിലും ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടായോ? നോട്ടീസുകൾ പലവട്ടം വന്നില്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. എന്തേ ഉണ്ടാവാത്തത്? അങ്ങനെ പല ഡീലുകളും നമ്മുടെ നാട്ടിൽ നടക്കും. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും പല സ്ഥാനാർത്ഥികളും പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറ്റണമെങ്കിലും ക്രോസ് വോട്ടിങ്ങും അല്ലെങ്കിൽ മാറ്റിവെച്ച ചർച്ചക്കൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും നമ്മൾ ആദ്യം നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ട് തരും. നമ്മൾ അത് വെച്ചിട്ട് അതിന് പ്രത്യുപകാരമായിട്ട് ഇതല്ല ഇതിന്റെ അപ്പുറത്ത് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കും. അത് ഈ വരുന്ന ഇലക്ഷനും അങ്ങനത്തെ കാര്യങ്ങളിൽ പോയി ഇടത്ത് ചാടി അല്ലെങ്കിൽ പെട്ടു പോകേണ്ടിരിക്കാൻ ആളുകളെ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നന്ന്. അതല്ലെങ്കിൽ നമ്മൾ ഉത്തരേന്ത്യ പോലെ തന്നെ നമ്മുടെ കേരളവും അടുത്താവും. അതിൽ വലിയ മാറ്റമൊന്നുമില്ല.